നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം എളമക്കരയിലെ മാനുവൽ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലാണ്. ഇവിടെ മ്യൂസിക്കിൻ്റെ ഒരു ലോകം തന്നെയാണ്. കൺമണി അൻപോട് കാതലിൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ நான் இங்கு சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை சுற்றுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலின் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே. അപ്പോൾ മ്യൂസിക് ഇഷ്ടമില്ലാത്ത ആരും ഈ ലോകത്തുണ്ടായിരിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് മാനുവൽ ഇൻഡസ്ട്രീസ് എളമക്കരയിലെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള രജനി വിനുവിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചറിയാം. ഹലോ മാം, നമസ്കാരം. ഹായ്. അപ്പോൾ മാമിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രജനി വിനു. ഞാൻ മാനുവൽ ഇൻഡസ്ട്രീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ മാം ഈ മാനുവൽ ഇൻഡസ്ട്രീസ് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള മാമിൻ്റെ മേജർ മോട്ടീവ് എന്തായിരുന്നു? മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് ഞാനായിട്ട് തുടങ്ങി വെച്ച സ്ഥാപനമല്ല, നമുക്കിത് പാരമ്പര്യമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നതാണ്. ആദ്യം എൻ്റെ മാനുവൽ എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് പായാണ്, എൻ്റെ ഡാഡിയുടെ അപ്പനാണ്. അപ്പോൾ അപ്പാപ്പൻ്റെ മരണശേഷമാണ് ഇത് ഡാഡിയുടെ കൈകളിലേക്ക് വന്നത്. അതിനുശേഷം എൻ്റെ ഉള്ളിലുള്ളൊരു ബിസിനസ് മൈൻഡ് ഡാഡി കണ്ടതുകൊണ്ട് എൻ്റെ കല്യാണത്തിന് ശേഷം തൃശ്ശൂരിൽ ആയിരുന്നു എൻ്റെ താമസം. അവിടെ എനിക്ക് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ തന്നെ ബിസിനസ് തുടങ്ങാനായിട്ട് ഡാഡി സഹായിച്ചു. അവിടെ നിന്ന് തുടങ്ങി ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയായിരുന്നു. പിന്നെ പെട്ടെന്നുള്ള എൻ്റെ ഡാഡിയുടെ മരണത്തിന് ശേഷം ഞാൻ ഇങ്ങോട്ട് മാറുകയും എറണാകുളത്തേക്ക് മാറുകയും ഈ സ്ഥാപനം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കടകളിൽ നിന്ന് നിങ്ങൾ വേർതിരിക്കുന്ന ഒരു സ്പെഷ്യൽ സംഭവം എന്താണ് ഈ ഒരു കടയിൽ നിന്ന്? എല്ലാവർക്കും ഇൻസ്ട്രുമെൻറ്റ്സ് സെയിൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ സർവീസ് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗിറ്റാർ തന്നെ എടുക്കാം. ഇപ്പോൾ ഒരു ഗിറ്റാർ നമുക്ക് എങ്ങനെയൊക്കെ ഓടിച്ചു കൊണ്ടുവന്നാലും നമുക്ക് ഇപ്പോൾ ആ ആളുടെ ഇഷ്ടപ്രകാരം ഉള്ള കളറിൽ ആ ഇഷ്ടപ്രകാരമുള്ള ഷേപ്പിൽ നമ്മൾ ആ ഗിറ്റാറിനെ തിരിച്ച് നല്ല ഒരു 2 വീക്സിൻ്റെ ഉള്ളിൽ ഒരു ടൈം ഗ്യാപ്പ് ഞങ്ങൾ ചോദിക്കാറുണ്ട്. അതിനുള്ളിൽ ഞങ്ങളിത് സെറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് തേർഡ് ജനറേഷൻ അല്ലേ നിങ്ങൾ? അതെ അതെ, ഞങ്ങൾ തേർഡ് ജനറേഷൻ. പാരമ്പരികമായിട്ട് നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് തന്നേക്കണം എന്താണ് നിങ്ങളുടെ അപ്പാപ്പനും അച്ഛനും ഒക്കെ? അവർ തന്നിരിക്കുന്ന ഏറ്റവും വലിയ മെസ്സേജാണ് കസ്റ്റമേഴ്സ് ആർ ബോസ്. കസ്റ്റമേഴ്സ് നമ്മുടെ കടയുടെ ഉള്ളിലേക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ അവർ ഞങ്ങളുടെ ബോസാണ്. പിന്നെ അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്തു കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് എങ്ങനെയൊക്കെ സാധിക്കുമോ അതിൻ്റെ അറ്റം വരെ ഞങ്ങൾ ശ്രമിക്കുകയും അവരെ മാക്സിമം ഹാപ്പി ആക്കിയിട്ടേ ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് വിടാറുള്ളൂ. ഓക്കെ, അപ്പോൾ ദൂരെയുള്ള കസ്റ്റമേഴ്സിന് ഇവിടുന്ന് സർവീസൊക്കെ ലഭിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അത് നമുക്ക് വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അപ്പോൾ അതിൽ വാട്സപ്പിലേക്ക് നമുക്ക് മെസ്സേജ് അയച്ചാൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗിറ്റാർ ഡാമേജ് ആണെങ്കിൽ അതിൻ്റെ ആ ഡാമേജ് ആയിട്ടുള്ള പിക്ചറൊന്ന് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് അത് നോക്കിയിട്ട് അതിൻ്റെ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും. അതിനുശേഷം നിങ്ങൾ അവിടെ നിന്ന് അത് കൊറിയർ വഴി ഞങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരാം. നമ്മൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അതിൻ്റെ ആ ഒരു പേയ്മെൻറ്റിന് ശേഷം കൊറിയറിൽ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരാം. ഞങ്ങളതെല്ലാം സർവീസ് കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു തന്ന് ഉറപ്പ് നിങ്ങൾ ഹാപ്പി ആയതിനു ശേഷം ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചയക്കും. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും കോൺടാക്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ വാട്സാപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇവരെ. പിന്നെ ഈ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവില്ലേ, കുറേ ബിസിനസ് ഉണ്ടല്ലോ ഇവിടെ ഈ സെയിം ഫീൽഡിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്യാറ്? അത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഫീൽഡിലുള്ളത് പോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തെ പാരമ്പര്യം, ഞാൻ പറഞ്ഞല്ലോ 1932 മാനുവൽ ഇൻഡസ്ട്രീസ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പം 90 ഇയേഴ്സായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സർവീസ് പിന്നെ ക്വാളിറ്റി എല്ലാവരും നോക്കുന്നതാണ്. ഏത് കസ്റ്റമർ ആയാലും നോക്കുന്നത് ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ക്വാളിറ്റി വൈസും പിന്നെ റീസണബിൾ പ്രൈസ് ഇതാണ് ഞങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കോമ്പറ്റീഷൻ സുഖമായിട്ട് ഓവർകം ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതെ അതെ.
പിന്നെ ഇവിടെ ഗിറ്റാറും വയലിനൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് അതൊക്കെ അല്ലാണ്ട് വേറെ ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഇവിടെ ഉള്ളത്? നമുക്ക് ഗിറ്റലല്ലേ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മോർസൻ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് നമുക്ക് ഗിറ്റാർ വയലിന് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. അതല്ലാതെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മോർസിൻ, കസു, അങ്ങനെ ഒരുപാട് നമുക്ക് സംഗീതം നമ്മളെ ആസ്വദിപ്പിക്കാൻ കഴിവുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മുടെ മേഖലയിലുണ്ട്. ഇതിന് ഏറ്റവും ആദ്യത്തെ ഇൻസ്ട്രുമെൻ്റ് ലോകത്തിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂട്ടാണ്. ഫ്ലൂട്ട് ഇന്ന് കാലത്ത് ബാംബൂയിലാണ്, പക്ഷേ അന്ന് ആദ്യം ഉണ്ടാക്കിയിരുന്നത് കരടിയുടെ തുടയല് തൈ ബോണിൽ നിന്നാണ് ഫ്ലൂട്ടിൻ്റെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതിൽ നിന്നൊക്കെ ഒരു സംഗീതം വരിക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോഴത്തേക്ക് എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇന്നും അന്ന് കാലത്ത് ആദ്യം കണ്ടെടുത്ത ഇൻസ്ട്രുമെൻ്റാണ് ഫ്ലൂട്ട്. പക്ഷെ ഇന്നും നമ്മുടെ ഇടയിൽ ഫ്ലൂട്ടിന് ഉള്ള സ്ഥാനം വളരെ വലുതാണ്. കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഒരു ബാംബു, അതായത് ഒരു ബാംബു തടിയിൽ സ്വരസ്ഥാനങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് അതിൽ നിന്ന് സംഗീതം വരികയാണ്. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള പക്ഷേ ഒരുപാട് സംഗീതത്തിൽ പ്രാധാന്യമുള്ള ഇൻസ്ട്രുമെൻ്റാണ് ഇന്നും ഫ്ലൂട്ട്. അപ്പോൾ ജനിച്ചപ്പോൾ തന്നെ ഗിറ്റാറും വയലിനൊക്കെ ഫുള്ള് സറൗണ്ട് ചെയ്തിട്ടാണ്, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് മാം ബ്രോട്ടപ്പ് ആയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാം ഏത് ഇൻസ്ട്രുമെൻറ്റ്സിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റും അതൊക്കെ ഉള്ളത്? അത് എന്ന് പറയുമ്പോൾ എനിക്ക് ഇൻസ്ട്രുമെൻറ്റ്സിനോടല്ല കൂടുതൽ താല്പര്യം. എനിക്ക് തോന്നുന്ന സംഗീതം കേട്ട് കേട്ട് പാട്ട് പാടാൻ വലിയ താല്പര്യമാണ്. അപ്പോൾ പാട്ടിനോടാണ് ഒരു ചെറിയ ഇഷ്ടം. പാട്ടിനോട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അതുപോലെ തന്നെ എനിക്കും പാട്ടുകൾ കേൾക്കാനും പാടാനും ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ചെറുതായിട്ടൊക്കെ പാടുകയും ചെയ്യും. അപ്പോൾ ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമുക്ക്. അതെ അതെ. അപ്പോൾ ഫാമിലി ഈ ഒരു ബിസിനസ്സിലും താങ്കൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അത് ഉറപ്പാണല്ലോ. നമ്മളിപ്പോൾ ആരായാലും, ഭാര്യയായാലും ഭർത്താവായാലും ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ നമ്മൾക്കൊരു സ്ഥാപനമോ ഒരു ജോലി പോലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കും അതെ. ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ വിനു ആൻ്റണിയാണ്. എനിക്ക് എൻ്റെ മുന്നേ തന്നെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ബിസിനസ് എന്താണെന്ന് പഠിപ്പിക്കുകയും ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാം തരണം ചെയ്യാൻ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ആൾക്ക് ജ്വല്ലറി ആയതുകൊണ്ട് ആൾ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവില്ലെങ്കിലും എനിക്ക് വേണ്ട മെൻ്റലി ഫിസിക്കലി എല്ലാ സപ്പോർട്ടും ഹസ്ബൻഡാണ് തരുന്നത്. അപ്പോൾ ഫാമിലിയിൽ അപ്പോൾ ഇനി കലാപരമായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഫാമിലിയിൽ കലാപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡൊക്കെ ചെറുതായിട്ട് പാടുകയും ചെയ്യും. അതോടുകൂടി ഞങ്ങൾക്ക് 4 കുട്ടികളാണ്. അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും, അതായത് മകനും മകളും ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും. മകൻ ഗിറ്റാറൊക്കെ വായിക്കാറുണ്ട്. അവൻ പല സ്കൂൾ ബാൻഡിലും അങ്ങനെ കോളേജ് ബാൻഡിലും ഒക്കെ ഉള്ള ആളാണ്. ഓക്കെ. പിന്നെ മ്യൂസിക് നമ്മളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അതെങ്ങനെയാണ് ഇമ്പോർട്ടൻസ്? അത് മ്യൂസിക് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുവിധം എല്ലാവർക്കും മ്യൂസിക് ആസ്വദിക്കാനുള്ള കഴിവുള്ളവരാണ്. അത് നമ്മളുടെ സ്ട്രെസ് റിലീഫ് തന്നെയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അത് ഇൻസ്ട്രുമെൻസിന് ഒരുപാട് പ്രാധാന്യം ഈ കാലത്തുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആസ്ട്രോ മെഡിസിറ്റി ഒരു ഉദാഹരണം പോലെ ഞാൻ പറയാം. ഞാൻ ഒരു പ്രാവശ്യം ആസ്ട്രോ മെഡിസിറ്റി വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. അവിടെ വോക്കൽ മ്യൂസിക് അല്ല അവർ വെച്ചിരിക്കുന്നത്. അവിടെ ഒരുപാട് ആൾക്കാർ ലൈവായിട്ടിരുന്ന് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുകയാണ്. അത് എന്തിനാണ് ആ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നത്? വേണമെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു ഓഡിയോ ക്ലിപ്പ് ഇതിട്ടാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ആ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് സ്ട്രെസ് റിലീഫ് കൊടുക്കുന്ന അവർക്കെല്ലാവർക്കും ആ മെഡിക്കലി പ്രൂവ്ഡ് ആയതുകൊണ്ടാണ് അവിടെ ആ ഇൻസ്ട്രുമെൻസിൻ്റെ ലൈവ് മ്യൂസിക് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനുള്ള നമ്മളുടെ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ പണ്ടത്തെ മ്യൂസിക് പോപ്പുലാരിറ്റിയും ഈ പുതിയൊരു ജനറേഷൻ വന്നില്ലേ, അപ്പോൾ അവരിലുള്ള മ്യൂസിക് പോപ്പുലാരിറ്റിയും ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് ഒത്തിരിയാണ്. പണ്ടിങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനോട് താല്പര്യമുള്ളവർ വളരെ കുറവായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പാരൻസ് തന്നെ കുട്ടികളെ, കാരണം കൊറോണയ്ക്ക് ശേഷം കുറേ കുട്ടികൾ മൊബൈൽ അഡിക്റ്റഡ് ആണ്. അപ്പോൾ അവരെ ആ അഡിക്ഷനിൽ നിന്ന് മാറ്റുവാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അവർക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒരു കൂട്ടായി കൊടുക്കുകയാണെങ്കിൽ അവരതിൽ ഓക്കെയാണ്, ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാരൻസ് കൂടുതൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കാൻ കൂടുതൽ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കാൻ സ്കൂളുകളായാലും അതെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കുകയും അങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനോടുള്ള കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം കൂടിയാണ് വരുന്നതായിട്ട് ഓരോ വർഷം ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് മാമിൻ്റെ? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളിരിക്കുന്നത് എളമക്കര കലൂർ എറണാകുളത്താണ്. അപ്പോൾ നമുക്ക് ഈ ഷോറൂം ഇവിടെ മാത്രം ഉണ്ടായാൽ പോരാ.
എന്നുവെച്ചാൽ ഒരുപാട് സർവീസുകൾ പല സ്ഥലത്തുനിന്ന് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, വിളിച്ചിട്ട് ആ സ്ഥലത്തുണ്ടാവോ ഇവിടെ ഉണ്ടാവുമോ. അപ്പം ഞങ്ങൾ ഇനി കുറച്ചും കൂടിയും നമുക്ക് പല കേരളത്തിൻ്റെ അല്ലാതെ കുറച്ചും കൂടിയും കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ആവശ്യപ്പെടുന്ന പല സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഈ ബ്രാഞ്ചസ് തുടങ്ങാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇയേഴ്സിനുള്ളിൽ നമ്മളത് സെറ്റാക്കി എടുക്കാനുള്ള ഒരു മൂവ്മെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് എങ്ങാനിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം കോൺടാക്ട് നമ്പർ. അപ്പോൾ ഏതൊക്കെ ഇൻസ്ട്രുമെൻസിനാണ് ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതിപ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻസും, ഒരുവിധം എല്ലാ ഇൻസ്ട്രുമെൻസും നമ്മളിവിടെ, കീബോർഡ് ഒഴിച്ച്, കീബോർഡിന് ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോകണം. ബാക്കി എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് വയലിൻ, ഗിറ്റാർ, വീണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഞ്ചാവൂരിൽ നിന്ന് സ്പെഷ്യൽ വർക്കേഴ്സ് വന്നിട്ടാണ് ഇവിടെ വന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. വീണയുടെ പോളിഷിങ് എല്ലാം, മേളം എല്ലാം നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ പെർക്യൂഷൻ ഐറ്റംസ് ആയാലും ബാൻഡ് ഐറ്റംസ് ആയാലും ഏത് ഇൻസ്ട്രുമെൻറ്റ് മേഖലയിലുള്ളതായാലും നമ്മളിവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ മാം, അപ്പോൾ ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിനൊക്കെ വളരെ വലിയ നന്ദി. താങ്ക് യു.